രണ്ടിനാൽ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മവീണ്ടെടുപ്പാം പുത്ര സന്തോഷത്തിലെത്തുവാൻ. രണ്ടിനാൽ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മവീണ്ടെടുപ്പാം പുത്ര സന്തോഷത്തിലെത്തുവാൻ. സ്വർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. നമ്മൾ 4 ദിവസങ്ങൾ ഉൽപ്രാപണവും തുടർന്ന് നടക്കുന്ന മഹോപദ്രവ കാലഘട്ടത്തെക്കുറിച്ച് 4 ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 4 ക്ലാസ്സുകൾ കൊണ്ട് തീരുന്നൊരു വിഷയമല്ല, എന്നാൽ 4 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ അതിൽ പ്രസക്തമായ ഭാഗങ്ങൾ പഠിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഉൽപ്രാപണം എന്ന വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കാം. ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രവചന സത്യങ്ങളിൽ അതിപ്രധാനമായതും ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു വിശുദ്ധനെ ഏറ്റവും അധികം സ്വാധീനിക്കേണ്ടതുമായ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉൽപ്രാപണം എന്ന വിഷയം തന്നെയാണ്. പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെയധികം ക്രമീകരണങ്ങൾ ഈ ഭാഗം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സംഭവിക്കുമെന്നുള്ളത് ഈ പഠനത്തോടുള്ള ബന്ധത്തിലും മറ്റും നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, പ്രവചന പഠനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇനിയും ദൈവിക പദ്ധതിയിൽ ആദ്യം നടക്കേണ്ട വിഷയം ഉൽപ്രാപണം എന്ന വിഷയമാണ്. കാലത്തെ വിലയിരുത്തി പ്രവചന നിവൃത്തികൾ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ഒരു കാര്യം കൺവിൻസ്ഡ് ആണ്: ഏത് സന്ദർഭത്തിലും കർത്താവ് വന്ന് തൻ്റെ ജനത്തെ ചേർക്കുവാൻ അല്ലെങ്കിൽ ഉൽപ്രാപണം നടക്കുവാനുള്ള ആ കാലഘട്ടം ആഗതമായി എപ്പോൾ വേണമെങ്കിലും അത് നടക്കുമെന്നുള്ളത് തർക്കമറ്റ ഒരു സംഗതിയാണ്. നമ്മുടെ കർത്താവ് വേഗം വരുന്നു അല്ലെങ്കിൽ നമ്മളെ ചേർക്കാൻ വരുന്നു എന്നുള്ളത് ശക്തമായി തെളിയിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും ഞാനൊരു പ്രവചനം പഠിക്കുന്ന വേദവിദ്യാർത്ഥിയാണ്. അനേക വർഷങ്ങളായി ഞാനിത് പഠിക്കുന്നു. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വിഷയം, ഈ തലമുറയിലാണ് ഈ കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെടുന്നതെന്ന് ശ്രദ്ധിപ്പാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ നിവർത്തിക്കപ്പെടാതെ കിടന്ന അനേക പ്രവചനങ്ങൾ, ഇതൊന്നും നിവർത്തിക്കപ്പെടില്ല എന്ന് കരുതിയിരുന്ന അനേക പ്രവചന വിഷയങ്ങൾ ഓരോന്നായി നടക്കുന്നത് ഈ തലമുറയിലാണ്. ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഞാൻ ഇങ്ങനെ കരുതുന്നു, കർത്താവ് ഈ തലമുറയെ അവൻ്റെ 2ാം വരവിന് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രസക്തമായ വളരെ പ്രാധാന്യത അർഹിക്കുന്നു ഉൽപ്രാപണം എന്ന വിഷയം. അത് നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്ലാസ്സും നാളെയുള്ള ക്ലാസ്സും ഉൽപ്രാപണം എന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും എടുക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. നമുക്ക് വളരെ ആത്മാർത്ഥമായ ദൈവജനത്തിൽ നിന്ന് തുറന്ന മനസ്സോടുകൂടെ ഈ വിഷയം അപഗ്രഥിക്കുവാനും പഠിക്കുവാനും ശ്രമിക്കാം. ഈ വിഷയം പഠിക്കുമ്പോൾ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കൺമുമ്പിൽ ഈ ലോകത്തിൽ 3 കൂട്ടം ആളുകളുണ്ട്. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 10:32. ഫസ്റ്റ് കൊരിന്ത്യൻസ് chapter 10 and verse 32. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. വളരെ വ്യക്തമായി 32-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദന്മാര്, യവനന്മാര്, ദൈവസഭ. ഒരു നിമിഷം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദൈവം അബ്രഹാമിനെയും അവന്റെ മക്കളെയും വേർതിരിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ഒരു ജനമായി യഹൂദനെ തീർത്തു. യഹൂദരല്ലാത്തവർക്ക് പറയുന്ന പേരാണ് ജാതികൾ അല്ലെങ്കിൽ യവനന്മാർ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ 2 കൂട്ടം ആളുകളെ ഉള്ളൂ. ഒന്നുകിൽ യഹൂദൻ അല്ലെങ്കിൽ യഹൂദനല്ലാത്ത യവനൻ അല്ലെങ്കിൽ ജാതികൾ. ജാതികൾക്ക് പൊതുവെ പറയുന്ന ഒരു പേരായിരുന്നു യവനന്മാർ. അത് കൂടാതെ 3ാമതൊരു കൂട്ടരെ പെന്തിക്കോസ് നാള് തൊട്ട് വേർതിരിക്കാൻ തുടങ്ങി. അവരുടെ പേരാണ് ദൈവസഭ. ഈ ദൈവസഭ എന്ന് പറയുന്നത് ആരൊക്കെയാണ്?
ഈ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ 1 കൊരിന്ത്യർ 12:13 വായിക്കുമ്പോൾ യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു ഇരിക്കുന്നു. വളരെ വ്യക്തമായി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നു. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. രക്ഷിക്കപ്പെട്ടു വന്ന എല്ലാവരെയും ആത്മസ്നാനത്താൽ യേശുക്രിസ്തുവിന്റെ മാർമിക ശരീരമായ സഭയാക്കി മാറ്റുന്നു എന്ന് ഇവിടെ കാണുന്നു. നമ്മൾ 3 കൂട്ടരെ കുറിച്ച് കണ്ടു. അബ്രഹാമിന്റെ മക്കള് ഇസഹാക്കിലൂടെ യാക്കോബിലൂടെ കടന്നു വന്ന 12 ഗോത്രങ്ങളുടെ മക്കള്, അവരെ യഹൂദന്മാരെന്ന് പറയുമ്പോൾ അവരല്ലാതിരിക്കുന്ന സകലരെയും ജാതികളെന്നും യവനന്മാരെന്നും പൊതുവെ പറയുമ്പോൾ ഈ 2 കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവര് കൂട്ടമാണ് ദൈവസഭ, ക്രിസ്തുവിന്റെ മാർമിക ശരീരമായ ദൈവസഭ. ആ ദൈവസഭയിൽ യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല. രക്ഷിക്കപ്പെടണോ, ഒരു യഹൂദൻ രക്ഷിക്കപ്പെടണമോ, അവന് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഒരു ജാതി രക്ഷിക്കപ്പെടണോ, അവൻ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. ഈ 2 കൂട്ടരും ആ വിധത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവസഭയുടെ അംഗങ്ങളായി മാറും. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, ഉൽപ്രാവണം നടക്കുമ്പോൾ ഈ 3 കൂട്ടരിൽ ദൈവസഭയാണ് മാറ്റപ്പെടുന്നത്. നമുക്ക് പഠനത്തിൽ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ പ്രത്യേകം ഓർക്കുക, ദൈവസഭയാണ് ഈ ഉൽപ്രാവണത്താൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതെന്ന് ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ. പിന്നീട് ശേഷിക്കുന്ന 2 കൂട്ടരാണ് യഹൂദന്മാരും യഹൂദന്മാരല്ലാത്ത ജാതികളും. അവരോടാണ് ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ, പീഡന കാലഘട്ടത്തിൽ ദൈവം ഇടപെടുന്നതെന്ന് വളരെ വ്യക്തമായി നാം പഠിക്കാനും കാണാനും പോവുകയാണ്. ഈ 3 കൂട്ടരിൽ നമ്മൾ ഓർക്കണം, ദൈവസഭയുടെ പണി പെന്തിക്കോസ്തിൽ ആരംഭിച്ചു, പെന്തിക്കോസ് നാളിൽ ആരംഭിച്ചു. ദൈവസഭയുടെ പണി ഉൽപ്രാവണത്താൽ അത് തീരും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അതിനൊരു പ്രയോഗമുണ്ട്. സാധാരണ ദൈവദാസന്മാരുടെ ഇടയിൽ പറയുന്ന ഒരു പ്രയോഗമാണ് ഫ്രം പെന്തിക്കോസ് ടു പെറോസിയ. ഫ്രം പെന്തിക്കോസ് ടു പെറോസിയ. പെറോസിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഇൻ ദ പ്രസൻസ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലാകുക എന്നുള്ളതാണ്. ഫ്രം പെന്തിക്കോസ് ടു പെറോസിയ. പെന്തിക്കോസിൽ ആരംഭിച്ച ദൈവസഭയുടെ പണി പെറോസിയ, അല്ലെങ്കിൽ കർത്താവിന്റെ 2ാം വരവിൽ ഉൽപ്രാവണത്താൽ അത് പൂർത്തീകരിക്കും. അപ്പൊ നമ്മൾ ഓർക്കുക, സഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഈ ഉൽപ്രാവണം എന്ന വിഷയം. ഉൽപ്രാവണം എന്ന വാക്ക് പറയുമ്പോൾ പലരുടെയും വായിൽ നിന്നും എഴുത്തുകളിൽ നിന്നും ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്. ഇത് JNRB കണ്ടുപിടിച്ച ഒരു വാക്കാണ്. അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. വേദപുസ്തകത്തിൽ ഉൽപ്രാവണം എന്ന വാക്കുണ്ടോ? ഉണ്ട്. എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പ്രാരംഭമായി അതൊന്ന് ശ്രദ്ധിക്കാം. ആ വാക്ക് 1 തെസ്സലോനിയർ 4-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്കൊക്കെ കാണാതറിയാവുന്ന വാക്യമാണ്. ഈ വിഷയങ്ങളിൽ ഏതാണ്ട് പരിചയമുള്ളതുകൊണ്ട് പലർക്കും അത് കാണാതറിയാം. എന്നാൽ നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവിന്റെ 2ാം വരവാണ്. 16-ഉം 17-ഉം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എടുക്കപ്പെടും എന്ന വാക്ക് ഇംഗ്ലീഷിൽ വായിച്ചാൽ കോട്ടപ്പ് എന്നാണ്. ആ വാക്ക് എങ്ങനെ ഉൽപ്രാവണം എന്ന് വരുന്നത്, റാപ്ചർ എന്ന് വരുന്നത്? നിങ്ങൾക്കറിയാം, ജെറോം എന്ന് പറയുന്ന വളരെ ഭക്തനായ മനുഷ്യൻ അത് മൂലഭാഷയിൽ നിന്ന് വേദപുസ്തകം വിവർത്തനം ചെയ്യുന്നത് ലാറ്റിൻ ഭാഷയിലോട്ടാണ്. ആ ലാറ്റിൻ ഭാഷയിൽ നോക്കുക, ഗ്രീക്കിൽ നിന്ന് ലാറ്റിൻ ഭാഷയിലോട്ട് വിവർത്തനം ചെയ്തപ്പോൾ എടുത്തുകൊള്ളപ്പെടും എന്ന വാക്ക് അവിടെ വന്നത് റാപ്റ്റോ എന്ന വാക്കാണ്. എടുത്തുകൊള്ളപ്പെടും, RAPTO, റാപ്റ്റോ. ഇത് ലാറ്റിനിൽ നിന്നും ഗ്രീക്കിൽ നിന്നുമൊക്കെ ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്തപ്പോൾ റാപ്റ്റോ എന്ന വാക്ക് റാപ്ചർ എന്ന വാക്കായി. ആ റാപ്ചർ എന്ന വാക്കാണ് നമ്മൾ മലയാളത്തിൽ ഉൽപ്രാവണം എന്ന വാക്കുകൊണ്ട് അത് ഭാഷാന്തരം ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ദൈവവചനത്തിൽ എടുക്കപ്പെടും എന്ന വാക്കാണ് ഉൽപ്രാവണം അല്ലെങ്കിൽ കോട്ടപ്പ് അല്ലെങ്കിൽ റാപ്ചർ
അല്ലെങ്കിൽ റാപ്റ്റോ എന്ന ഗ്രീക്കിൽ പറയുന്ന വാക്ക്, ലാറ്റിനിൽ പറയുന്ന വാക്ക്. ഗ്രീക്കിലെ വാക്കിന് ഹാർപ്പസോ എന്ന വാക്കാണ്, ഹാർപ്പസോ. എന്നാൽ നമ്മൾ ഓർക്കണം, ലാറ്റിനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ റാപ്ചർ എന്ന വാക്ക് അതോടുള്ള ബന്ധത്തിൽ വരികയാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ ഈ വാക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ ഈ വാക്കുണ്ട്. അത് ജയൻ ഡാർബി കണ്ടുപിടിച്ചല്ല. വേദപുസ്തക ഭാഷാന്തരം ചെയ്തപ്പോൾ നമ്മൾ കണ്ടതുപോലെ എടുത്തുകൊള്ളപ്പെടും എന്ന വാക്ക് ഈ പറഞ്ഞ ഉൽപ്രാവണം എന്ന റാപ്ചർ എന്ന വാക്കായി മാറി. ഇനി നമുക്ക് അത് കുറച്ചുകൂടെ വിശദമായി ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വായിക്കുന്നു, രണ്ടു കൂട്ടം ആളുകൾ കർത്താവിന്റെ രണ്ടാം വരവിൽ അവരെ ഇതെങ്ങനെ സ്വാധീനിക്കും എന്ന് കണ്ടു. നാം അവിടെ വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. അതിൻ്റെ 14 തൊട്ടുള്ള വാക്യം ശാന്തമായി ഒന്ന് വായിക്കാം. 14 തൊട്ടുള്ള വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത അവരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. ആ ഭാഗത്ത് ഏതാണ്ട് 3 പ്രാവശ്യം നിദ്ര കൊണ്ടവർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മരിച്ചവരെ കുറിച്ച് പറയുന്ന വാക്കാണ്. നാം അവർക്ക് മുമ്പാകില്ല. എന്ത് സംഭവിക്കും? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവിന്റെ രണ്ടാം വരവിൽ അവൻ ഭൂമിയിലോട്ട് വരികയല്ല, അവൻ സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ സന്നിൽ നിന്ന് ഇറങ്ങി വരും. പിന്നീട് നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ നിദ്ര പ്രാപിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുകയാണ്. 2 കൂട്ടർ കർത്താവിനെ മേഘങ്ങളിൽ എതിരേൽപ്പാൻ എടുത്തുകൊള്ളപ്പെടുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിന്റെ, ഇവിടെ നമ്മൾ വായിച്ച പോലെ കർത്താവിന്റെ ഗംഭീരനാദം. എന്തിനാണ് ഈ 3 ശബ്ദം? എന്നോട് ചിലർ സംശയപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്തയാണ്, ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ അല്ലെങ്കിൽ ഈ ഉൽപ്രാവണം നടക്കുമ്പോൾ എന്തിനാണ് ഈ 3 ശബ്ദം എന്ന് ഒരു ചോദ്യം അങ്കുരിക്കുന്നുണ്ട്. എന്തിനാണ് ഈ 3 ശബ്ദം? വെറുതെ ഈ 3 ശബ്ദം ഉണ്ടാക്കിയാണോ? അല്ല. ഈ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിലാണ് ഈ 3 ശബ്ദം നടക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്ന്, കർത്താവ് താൻ ഗംഭീരനാദം. കർത്താവിന്റെ ഗംഭീരനാദത്തോടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ വാക്ക് നമുക്ക് ഒന്ന് വിലയിരുത്താം. ഇതോടുള്ള ബന്ധത്തിൽ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28ഉം 29ഉം വാക്യം ഒന്ന് നോക്കാം. 28 ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. ആ വാക്യം കണ്ടോ? കല്ലറയിലുള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കും. ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് കർത്താവ് വിളിച്ചു, ലാസറേ എന്ന് വിളിച്ചപ്പോൾ ആ ശബ്ദം കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നു എന്ന് മരിച്ചു കിടക്കുന്ന ലാസർ ജീവൻ പ്രാപിച്ച് അവൻ കല്ലറയുടെ പുറത്തേക്ക് കടന്നു വന്നു. അന്ന് കർത്താവ് ലാസർ എന്ന് പേര് വിളിച്ചത് കൊണ്ടാണ് ലാസർ മാത്രം പുനരുദ്ധാനം പ്രാപിച്ചത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, 2000 വർഷമായി അവനിൽ വിശ്വാസം അർപ്പിച്ച് മരിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് 2000 വർഷങ്ങൾ തുടങ്ങി ഇങ്ങോട്ട് കല്ലറയിൽ അടക്കപ്പെടുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ആ ശരീരങ്ങളൊക്കെ അഴുകി ദ്രവിച്ച് അത് മണ്ണിലും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ ഭാഗങ്ങളൊക്കെയായി മാറി. എത്രയോ ഒരു പ്രോസസ്സിലൂടെ ആ ശരീരം കടന്നുപോയി. എന്നാൽ ഇന്ന് ഈ പ്രിയപ്പെട്ട നിങ്ങൾക്ക് സന്ധ്യയാണ്, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പരിമിതമാണ്. ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായി നമുക്കറിയാൻ നിവൃത്തിയില്ല. അവന്റെ ശക്തിയുടെ വലുപ്പം, അവന്റെ മഹത്വമൊക്കെ നമ്മളൊരു പരിധിവരെയൊക്കെ മനസ്സിലാക്കുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പേര് നമ്മൾ ശ്രദ്ധിച്ചാൽ
ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേര് എലോഹീം എന്ന പേരാണ്. മറ്റു ചിലയിടത്ത് നോക്കിയാൽ യഹോവ എന്നുള്ള പേര് കാണാം. ഇങ്ങനെ ദൈവത്തിന് പല പേരുകൾ കാണാം. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഉൽപ്പത്തി 1-2 അധ്യായത്തിൽ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുകയാണ്. അവിടെ ദൈവത്തിന്റെ പേര് എലോഹീം എന്ന വാക്കിന്റെ അർത്ഥം സർവശക്തൻ, ദ ഒമിനി പൊട്ടൻ ഗോഡ്. എന്താ അങ്ങനെ ദൈവത്തെ അവിടെ പരിചയപ്പെടുത്തിയത്? ഒന്നുമില്ലായ്മയിൽ നിന്നൊക്കെ സകലത്തെയും വിളിച്ചു വരുത്തുകയാണ്. വചനത്തിൽ വായിക്കുന്നില്ലേ, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചേ, ദൈവം കൽപ്പിക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായി വരണമെങ്കിൽ അവന്റെ ശക്തി എത്ര വലുതാണ്. ആ ശബ്ദം സൃഷ്ടിക്കുന്നതാണ്. നമ്മൾ ഓർക്കുക, നമ്മുടെ കർത്താവ് മരിച്ച് 4 നാളായി നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്കൽ അവനെ വിളിച്ചപ്പോൾ ആരോഗ്യവാനായ ലാസർ പുറത്തു വരികയാണ്. കർത്താവ് പറഞ്ഞ വാക്ക് കണ്ടോ? കല്ലറയിൽ ഉള്ളവർ എല്ലാവരും, കുറച്ചുപേരല്ല. ഞാൻ ഇങ്ങനെ ഓർത്തുപോയി, ഭൂമി ഒരു ഗോളമാണ്. ഒരു ഭാഗത്ത് നിങ്ങൾ പാർക്കുന്നു, ഞാൻ ഇപ്പുറത്തെ വശത്ത് പാർക്കുന്നു. കർത്താവിന്റെ ഗാംഭീര്യനാദം ഈ ലോകത്തിൽ എല്ലാ കല്ലറകളിലും തന്നിൽ വിശ്വാസമർപ്പിച്ച് മരിച്ചുപോയ സകല വിശുദ്ധന്മാരുടെ കല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ആ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരും. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കർത്താവിന്റെ 2ാം വരവിൽ എന്തിനാണ് കർത്താവ് ഗംഭീരനാദമായി വരുന്നത്? നാം മനസ്സിലാക്കിയതുപോലെ മരിച്ചുപോയ വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിക്കാൻ കല്ലറയിലുള്ളവർ ആ ശബ്ദം കേൾപ്പാൻ ഇടയാക്കി മാറ്റുകയാണ്. 2, നമ്മൾ കാണുന്നു കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദം. പ്രധാന ദൂതൻ എന്ന് പറഞ്ഞാൽ ആർക്കേഞ്ചൽ എന്നാണ്. ആർക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ദൂതൻ. നമ്മൾ കേട്ടിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ബിഷപ്പ് എന്നാ. ആർച്ച് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ദൂതൻ എന്നാണ്. ബൈബിളിൽ മീഖായേലിനെ പ്രധാന ദൂതനായി പറഞ്ഞിട്ടുണ്ട്. പ്രധാന ദൂതന്മാരിൽ ഒരുവനാണ് മീഖായേൽ. ഈ മീഖായേലിന്റെ ഒരു ശുശ്രൂഷ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നു. അതിന്റെ 9ാമത്തെ വാക്യം നോക്കട്ടെ. യൂദായുടെ ലേഖനം 9ാം വാക്യം. എന്നാൽ പ്രധാന ദൂതനായി മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ബത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ സന്ദർഭം മറ്റൊരു സന്ദർഭമാണ്. നമ്മുടെ സംസാരത്തോടുള്ള ബന്ധത്തിൽ യൂദ അവിടെ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇവിടെ മോശയുടെ ശരീരത്തോടുള്ള ബന്ധത്തിലാണ് പ്രധാന ദൂതൻ അവിടെ എഴുന്നേറ്റത്. മീഖായേൽ, എന്നെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കല്ലറയിൽ അടക്കപ്പെട്ടത് നമ്മുടെ ശരീരമാണ്. ആ ശരീരം പുനരുത്ഥാനം പ്രാപിക്കുകയാണ്. ഒരു നിമിഷം നമ്മൾ ഓർക്കണം, പൈശാചകനെ ബന്ധിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിലെ അവനെ ബന്ധിക്കുകയുള്ളൂ. എന്നാൽ ഈ സ്വർലോകം എന്ന് പറയുന്നത് ദുഷ്ടാത്മാക്കളുടെ വിഹര കേന്ദ്രമാണ്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ എന്നാണ് നമ്മൾ എഫേസ്യർ 5 വായിക്കുന്നത്. 6ാം അധ്യായം, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ആരാണ് വസിക്കുന്നത്, വിഹരിക്കുന്നത്? ദുഷ്ടാത്മാക്കളാണ്. എന്തിനാണ് ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയത്? ദുഷ്ടാത്മാക്കൾ നിറഞ്ഞു നിൽക്കുന്ന, നോക്കുക, ഈ പ്രപഞ്ചത്തിന്റെ അന്തരീക്ഷത്തിൽ ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിൽ പരദീസയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഓർപ്പിക്കട്ടെ, ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ, നമുക്കറിഞ്ഞുകൂടാ സംഖ്യ. യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് മരിച്ച വിശുദ്ധന്മാർ, ഈ ദിവസത്തെ കാത്തുകൊണ്ട് മരിച്ച വിശുദ്ധന്മാർ, കൊല്ലപ്പെട്ട എത്രയോ പേരുണ്ട്. അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പുനരുത്ഥാനത്തെ ഞാൻ വിശ്വസിക്കുന്നു ദുഷ്ടാത്മസേനകൾ തടുക്കുവാൻ ശ്രമിക്കും. അവനറിയാം അവന്റെ സമയം തീരുകയാണ്, അല്പകാലം കൂടെ ഉള്ളൂ. അവൻ സകല ക്രോധത്തോടും കൂടെ ഇറങ്ങി വന്ന്, നോക്കുക, ഇതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ ശുശ്രൂഷ ഇവിടെ കാണും. അതിന്റെ പ്രതീകമാണ് പ്രധാന ദൂതന്റെ ശബ്ദം. 3, ദൈവത്തിന്റെ കാഹളം. നമ്മൾ ആ വിഷയത്തിലേക്ക് മനസ്സിലാക്കാൻ നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് പോകാം.
1 കൊരിന്ത്യർ 15-ാം അധ്യായം. എന്തിനാണ് ഈ പ്രധാന ദൂതന്റെ ശബ്ദം? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ നോക്കുക, അതിന്റെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. നാം എല്ലാവരും നിദ്ര കൊള്ളില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നോക്കുക, പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം എടുക്കുമ്പോൾ 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധിയുണ്ട്. 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളമൂതുന്ന ന്യായവിധിക്ക് വേണ്ടി നിൽക്കുന്ന ദൂതന്മാരുണ്ട്. 7ാമത്തെ കാഹളമൂതുമ്പോൾ 7 ക്രോധകലശം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാരുണ്ട്. അതോടുകൂടെ ദൈവക്രോധം തീരുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഈ 7 കാഹളത്തിന്റെ അവസാനത്തെ കാഹളമാണ് അന്ത്യകാഹളം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, അതല്ല ഇത്. അവിടെ കാഹളം ഊതുന്നത് മഹോപദ്രവ കാലഘട്ടത്തിൽ സഭ മാറ്റപ്പെട്ട ശേഷമാണ്. പിന്നെ ഇവിടെ പറയുന്ന അന്ത്യകാഹളം എന്താണ്? അപ്പോസ്തലനായ പൗലോസ് ജീവിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ അവരോട് അന്ത്യകാഹളം എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. അന്ന് യുദ്ധ കാലഘട്ടമുണ്ട്. രാജാക്കന്മാരൊക്കെ യുദ്ധ കാലഘട്ടം എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ദാവീദ് തന്നെ മാളികമുറിയുടെ മുകളിൽ നിന്ന്, അല്ലെ കൊട്ടാരത്തിന് മുകളിൽ നിന്ന് ബത്ശബയെ കാണുന്നത് യുദ്ധ കാലഘട്ടത്തിൽ പടയാളികൾ യുദ്ധം ചെയ്യുമ്പോൾ ദാവീദ് അവിടെ ഉലാവുകയായിരുന്നു. ഒരു യുദ്ധ കാലഘട്ടം അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, പൗലോസ് ഇത് എഴുതുന്ന സമയത്തും അങ്ങനെയുണ്ട്. നോക്കുക, യുദ്ധം ചെയ്യാനായിട്ട് പടയാളികൾ അവര് ഒരു സ്ഥലത്ത് പോയി ക്യാമ്പ് ചെയ്ത് യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധം അവസാനിച്ചു കഴിയുമ്പോൾ, യുദ്ധത്തിൽ ജയിച്ചെന്നിരിക്കട്ടെ റോമൻ പടയാളികളാണ്. അവർ യുദ്ധം അവസാനിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ കാഹളമൂതും, 1ാമത്തെ കാഹളം. ആ 1ാമത്തെ കാഹളമൂതുമ്പോൾ ഈ പടയാളികളെല്ലാം ലൈനപ്പാകും. 2ാമത്തെ കാഹളമൂതുമ്പോൾ അവരുടെ ടെന്റുകളൊക്കെ അഴിച്ചു കെട്ടി അവരുടെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് അവർ യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങും. 3ാമത്തെ കാഹളമൂതുമ്പോൾ അവർ മാർച്ച് ചെയ്യും, അവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് മാർച്ച് ചെയ്യും. നോക്കുക, 3ാമത്തെ കാഹളത്തിന് അന്ത്യകാഹളനാദം, അല്ലെങ്കിൽ ദ ലാസ്റ്റ് ട്രംപറ്റ്. ആദ്യത്തെ ട്രംപറ്റില് അവർ അണിനിരക്കുന്നു, 2ാമത്തെ ട്രംപറ്റിൽ റെഡിയാകുന്നു, 3ാമത്തെ ട്രംപറ്റിൽ അവർ മാർച്ച് ചെയ്യുന്നു. ഞാൻ ഇന്ന് വളരെ വിനയത്തോട് ഓർപ്പിക്കട്ടെ, ആദ്യ കാഹളനാഥെങ്കിൽ നാം ആ ശബ്ദം കേട്ടു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ ദൈവമക്കളായി മാറി, നമ്മൾ അവന്റെ കർത്തൃത്വം ഏറ്റെടുത്തു, അവന്റെ സൈന്യത്തിന്റെ ആ ആളുകളായി, അവൻ വിജയിച്ച യുദ്ധത്തിന്റെ അണികളായി നമ്മൾ അണിനിരന്ന് നിൽക്കുകയാണ്. 2ാമത്തെ കാഹളം, ദൈവദാസന്മാരിലൂടെ കേൾക്കുന്ന ശബ്ദം, യേശുക്രിസ്തു വരുന്നു. ആ കാഹളനാഥെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ഒരുക്കുകയാണ്, നമ്മളെല്ലാം കെട്ടുകളെല്ലാം കെട്ടി ഒരുങ്ങുകയാണ്. എന്നാൽ അവസാനമായിട്ടൊരു കാഹളധ്വനി കേൾക്കും, അത് ദൈവത്തിന്റെ കാഹളമാണ്. ആ കാഹളം എന്താ നമ്മളെ ഓർപ്പിക്കുന്നത്? മാർച്ച്, നമ്മൾ പുറപ്പെടുവാൻ കൽപ്പിക്കുന്ന ഒരു കാഹളം. ആ 3ാമത്തെ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ദൈവത്തിന്റെ ശക്തി മൂലം നമ്മൾ ഇവിടെ നിന്ന്, നിമിഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് നമ്മൾ ഉയരത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയാണ്. ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മൂന്ന് ശബ്ദം നമ്മുടെ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ പ്രാധാന്യതയുണ്ട് എന്ന് ഞാൻ ഓർപ്പിച്ചിട്ട് ആ ഭാഗം വിടട്ടെ. കർത്താവിന്റെ ഗംഭീരനാദം കല്ലറയിലുള്ളവരുടെ പുനരുത്ഥാനത്തിന് വേണ്ടി. പ്രധാന ദൂതന്റെ ശബ്ദം നമ്മുടെ ശരീരങ്ങൾ, നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരങ്ങൾ ഉയർത്തു വരുമ്പോൾ കർത്താവിന്റെ സന്നിലേക്ക് നമ്മൾ എടുത്തുകൊള്ളപ്പെടുവാൻ, പൈശാചികന്മാരുടെ ഉപദ്രവങ്ങളെ മറികടക്കുവാൻ ദൈവദൂതന്മാരുടെ ശുശ്രൂഷ നമുക്ക് ലഭ്യമാകുന്നു. 3, ഇവിടെ ദൈവത്തിന്റെ കാഹളത്വം നാം മാർച്ച് ചെയ്യുവാനായിട്ട് നമുക്ക് സൗണ്ട് നമ്മൾ കേൾക്കുകയാണ്. എന്നാൽ ഇനി നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിപ്പം വായിച്ച 1 കൊരിന്ത്യർ 15-ന്റെ 52-ാമത്തെ വാക്യം. നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ 15-ന്റെ 52-ാമത്തെ വാക്യം. ഈ ദ്രവത്വമുള്ളത് അദ്രത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും.
യെസ്, 52-ാം വാക്യം. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയും. എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നോക്കുക, ഇവിടെ ഈ വാക്യം നമുക്കൊരല്പസമയം അവിടെ ഒന്ന് ചെലവഴിക്കാം. ഇത് പൗലോസ് ഇവിടെ എന്തിനാ വെളിപ്പെടുത്തിയെന്നുള്ളത് പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. നോക്കുക, ദൈവസഭയുടെ ആദ്യത്തെ 300 വർഷം അപ്പോസ്തലന്മാർ ഉൾപ്പെടെ ഒരു കാര്യം വിശ്വസിച്ചു: അവരുടെ കർത്താവ് ഏത് സമയവും മടങ്ങി വരും. അവസാനമായിട്ട് അവർ കേട്ടത് എന്താ? ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വീട് എത്ര ദിവസം കൊണ്ട് പണി തീരുമെന്ന് കർത്താവ് പറഞ്ഞില്ല. എത്ര നാളെ നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞില്ല. നാം മനസ്സിലാക്കിയതുപോലെ 2000 വർഷമായിട്ടും അതിന്റെ പണി തീർന്നിട്ടില്ല. അത് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. അവർ ചിന്തിച്ചു, ആദിമ നൂറ്റാണ്ടിലെ സഭ വിശ്വസിച്ചു, ആദ്യത്തെ 300 വർഷം അവർ ചിന്തിച്ചു, ഏത് സമയവും അവരുടെ കർത്താവ് മടങ്ങി വരും. അതുകൊണ്ടാണ് അവര് അത്ര ഓജസ്സോടെയും സമർപ്പണത്തോടെയും ജീവിച്ചത്. കർത്താവ് അങ്ങനെയാണ് ആഗ്രഹിച്ചത്. ദൈവസഭ അങ്ങനെയാണ് കരുതേണ്ടതെന്ന് വചന പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പറയുന്ന പേരാണ് ഇമ്മിനൻസ് ഓഫ് ക്രൈസ്റ്റ് റിട്ടേൺ. ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ നോക്കുക, അതിന്റെ ഏറ്റവും സാമീപ്യമായിരിക്കുന്നു എന്നതിന്റെ ഒരു 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 നാന്ദിയാണ് ഇമ്മിനൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു മടങ്ങി വരുന്നതിന്റെ എത്രയും വേഗം നടക്കും എന്നുള്ളൊരു ചിന്ത. ഞാനിങ്ങനെ പറയാറുണ്ട്, ആ ചിന്ത അവരെ ഭരിച്ചതിന്റെ ഫലമായി രാവും പകലും ദൈവപുത്രന് വേണ്ടി എരിഞ്ഞടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ. ഞാനിങ്ങനെ ഒന്നുകൂടെ വിശദീകരിക്കാം. 30 വർഷം മതിയായിരുന്നു. 30 വർഷം. വിതിൻ 30 years അന്നറിയപ്പെട്ട സകല ലോകത്തിലും സുവിശേഷം കടന്നു. നിസ്സാര കാര്യമല്ല. അറിയപ്പെട്ട ലോകം മുഴുവൻ 30 വർഷം കൊണ്ട് സുവിശേഷം പ്രചരിപ്പിച്ചു. പൗലോസിന്റെ വാക്കുകൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്: എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ല, സുവിശേഷ ഘോഷണം ഞാൻ പൂരിപ്പിച്ചു. ദൈവ വചനമായ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ 30 വർഷം മതിയായിരുന്നു. എന്താ കാരണം? അവര് ഈ ചിന്തയാൽ അവരെരിയുകയായിരുന്നു. ഞങ്ങളുടെ കർത്താവ് എപ്പോൾ വേണേലും വരും. അവർക്ക് കൊടുക്കുന്നതിനോ അവർക്ക് സഹിക്കുന്നതിനോ ഒന്നും പ്രശ്നമല്ല. ഞങ്ങളുടെ വേദനകൾ മാറും, ഞങ്ങളുടെ കർത്താവ് വരും, ഞങ്ങളെ അവന്റെ അടുക്കലോട്ട് ചേർക്കും. അതെപ്പം വേണേലും സംഭവിക്കാം. അവര് അതിനുവേണ്ടി എരിയുകയും കാത്തിരിക്കുകയും അവരന്യോന്യം കണ്ടുമുട്ടുമ്പോൾ ആകെ പറഞ്ഞൊരു വാക്കുണ്ട് അഭിസംബോധന ചെയ്യാൻ: മാറാ നാഥ, ഓ ലോർഡ് കം, അല്ലയോ കർത്താവെ വരണേ. ആ ചിന്തയായിരുന്നു അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത്. കർത്താവ് പറഞ്ഞില്ലേ, ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ പ്രസ്താവിക്കും. എന്റെ സഹോദരന്മാരെ, എന്നാൽ കൊരിന്ത്യ സഭയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. കൊരിന്ത്യ സഭയിൽ പ്രായം കൊണ്ടും മറ്റും ആളുകൾ മരിക്കുവാൻ തുടങ്ങിയപ്പോൾ കൊരിന്ത്യ സഭയിലെ വിശുദ്ധന്മാരുടെ മനസ്സിൽ ഒങ്കുരിച്ച ഒരു ചോദ്യമാണ്: കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കാൻ അവൻ മടങ്ങി വരുമ്പോൾ നമുക്കിന്ന് ലഭിച്ച പോലെ വെളിച്ചമൊന്നും 1-ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, എഴുതപ്പെട്ട വചനമില്ല. എത്ര പേരുടെ കയ്യിലുണ്ട് വചനം? ഞാനിങ്ങനെ പറയട്ടെ, ഈ ചർമ്മലിഖിതങ്ങൾ അപ്പോസ്തലന്മാരുടെ കരങ്ങളിൽ തന്നെ പൗലോസിന്റെ കരങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയപ്പെടുന്നു. അവരുടെ കരങ്ങളിലില്ല, പ്രിന്റിംഗ് ഇല്ല. വളരെ ധനികന്മാർക്ക് മാത്രമേ ഈ എഴുതിയ പ്രതികളൊക്കെ കയ്യിൽ വെക്കാൻ നിവൃത്തിയുള്ളൂ. പൗലോസിന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ആ ചർമ്മലിഖിതം കൂടെ എടുത്തോണ്ട് വരുവാൻ തിമോഥെയോസിനോട് ആവശ്യപ്പെടുന്നത്. ഞാൻ ഓർപ്പിച്ചു പറയട്ടെ, അവർക്ക് അറിഞ്ഞുകൂടാ നാം മനസ്സിലാക്കിയതുപോലെ ഈ പ്രവചന സത്യങ്ങൾ. അവരുടെ മനസ്സിൽ അങ്കുരിച്ചൊരു ചോദ്യം: കർത്താവ് വരുമെന്ന് പറഞ്ഞു, അവൻ രാജ്യം സ്ഥാപിക്കാൻ വരികയാണ്. അവർക്ക് മനസ്സിലായിരിക്കുന്നത് മഹത്വ പ്രത്യക്ഷതയാണ്. ആ വാക്ക് ശ്രദ്ധിക്കണം. അവർ മനസ്സിലാക്കിയത് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അതാണ് പഴയ നിയമ ഏടുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ മഹത്വ പ്രത്യക്ഷതയാണ് അവർ മനസ്സിലാക്കിയത്. അവൻ വന്ന് രാജ്യം സ്ഥാപിക്കുമ്പോൾ ഞങ്ങളൊക്കെ അതിൽ പ്രവേശിക്കും, കാത്തിരിക്കുന്നവർ. പക്ഷെ ഈ മരിച്ചുപോയവർക്ക് എന്ത് സംഭവിക്കും? ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിക്കാൻ തുടങ്ങി. മരിച്ചുപോയവരുടെ സ്ഥാനം എവിടെയാണ്?
പൗലോസ് അപ്പോൾ പറയുകയാണ്, അന്ന് വരെ ഇത് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അതിന്റെ 52-ാം വാക്യം, 1 കൊരിന്ത്യർ 15:52, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. പൗലോസ് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്. എന്താ വാക്കിന്റെ അർത്ഥം? അന്ന് വരെ അത് വെളിപ്പെടുത്തിയിട്ടില്ല. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. പുതിയ നിയമ ഏടുകളിൽ അന്ന് വരെ അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഇവിടെയാണ് പൗലോസിന് ആദ്യമായ വെളിപ്പാട് കിട്ടി പൗലോസ് വെളിപ്പെടുത്തുന്നത്. എന്താ പൗലോസ് വെളിപ്പെടുത്തുന്നത്? നാം എല്ലാവരും നിദ്ര കൊണ്ടില്ലേ? എന്നാൽ അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. എന്നിട്ട് പറയുന്നത് തന്നെ, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ട സൗരന്മാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെയാണ് ഈ മാർമിക സത്യമായ ഉൽപ്രാവണത്തിന്റെ സത്യങ്ങൾ ആദ്യമായി വെളിപ്പെടുത്തുന്നത്. അന്ന് വരെ അത് വെളിപ്പെടുത്തിയിട്ടില്ല. കൊരിന്ത്യ സഭയുടെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ പൗലോസ് അത് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു മർമ്മമായിരുന്നു. പഴയ നിയമ വിട്ടുപോയെന്നാൽ മോക്ഷി കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്നാൽ മോക്ഷെ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. സർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും തോറുമേ നീക്കാശയേറും.